ഹായ്, എൻ്റെ പേര് സിനിയ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ ജനറൽ നോളജ് 13ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. 13ാമത്തെ ക്ലാസ്സിൽ നമുക്ക് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കമ്പനി ഹാഡ് ഇറ്റ് ടെൻഡർ ക്യാൻസൽഡ് ബൈ ഇന്ത്യൻ റെയിൽവേ ഫോർ മാനുഫാക്ചറിംഗ് വന്ദേ ഭാരത് ട്രെയിൻ? അതായത് ഈ വന്ദേ ഭാരത് ട്രെയിന് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു കമ്പനിക്ക് ഇന്ത്യൻ ഗവൺമെന്റ് അവകാശം കൊടുത്തിരുന്നു. ഒരു ടെൻഡർ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ടെൻഡർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. ഏത് കമ്പനിയുമായിട്ടുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സിമൻസ് ആണോ, അല്ലെങ്കിൽ ബോംബർഡിയർ ആണോ, ആൽസ്റ്റോ ആണോ? ആൽസ്റ്റോം ആണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നു സി ആണ് കറക്റ്റ്. ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. ഫ്രഞ്ച് കമ്പനിക്കാണ് ഇന്ത്യൻ റെയിൽവേ എന്ത് ചെയ്തത്, ഈ വന്ദേ ഭാരത് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡർ കൊടുത്തത്. പക്ഷെ അതിന്റെ കോസ്റ്റ് ഒക്കെ അധികമാണ് എന്ന് കണ്ടപ്പോഴാണ്, ടെൻഡർ എമൗണ്ടിലൊക്കെ കോസ്റ്റ് വരുന്ന അധികമാണെന്ന് കണ്ടപ്പോഴാണ് അത് ക്യാൻസൽ ചെയ്തത്. ഓക്കെ, അപ്പൊ എന്താ കറക്റ്റ്? ആൽസ്റ്റോം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സി ആണ്. അത് കമ്പനിയുടെ പേരാണ്, ഇതൊരു ഫ്രഞ്ച് കമ്പനിയാണ്. ഓക്കെ, അപ്പോ വിച്ച് കമ്പനി ഹാസ് ഇറ്റ് ടെൻഡർ ക്യാൻസൽഡ് ബൈ ഇന്ത്യൻ റെയിൽവേ ഫോർ മാനുഫാക്ചറിംഗ് വന്ദേ ഭാരത് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ഏതാണ്? ആൽസ്റ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കൺട്രി ലോഞ്ച്ഡ് എ കൊമേഴ്ഷ്യൽ ഗ്രേഡ് സാറ്റലൈറ്റ് യൂസിംഗ് ടു നൂറി റോക്കറ്റ് ഫ്രം ദി നാരോ സ്പേസ് സെന്റർ? അതായത് നാരോ സ്പേസ് സെന്ററിൽ നിന്നും നൂറി റോക്കറ്റ് ഉപയോഗിച്ച് വാണിജ്യ നിലവാരത്തിലുള്ള ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? അതാണ് ഇതിന്റെ മലയാളം. വിച്ച് കൺട്രി ലോഞ്ച് എ കൊമേഴ്ഷ്യൽ ഗ്രേഡ് സാറ്റലൈറ്റ് യൂസിംഗ് നൂറി റോക്കറ്റ് ഫ്രം ദി നാരോ സ്പേസ് സെന്റർ? ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, നോർത്ത് കൊറിയ? ഏതാണ്? സൗത്ത് കൊറിയ കേട്ടോ. അപ്പൊ വിച്ച് കമ്പനി ലോഞ്ച്ഡ് കൊമേഴ്ഷ്യൽ ഗ്രേഡ് സാറ്റലൈറ്റ് യൂസിംഗ് എ നൂറി റോക്കറ്റ് ഫ്രം നാരോ സ്പേസ് സെന്റർ? നാരോ സ്പേസ് സെന്ററിൽ നിന്നും നൂറി റോക്കറ്റ് വഴി കൊമേഴ്ഷ്യൽ ഗ്രേഡ് സാറ്റലൈറ്റ് വിക്ഷേപിച്ച ഒരു രാജ്യം. വിച്ച് കൺട്രി? ഏത് കൺട്രിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് കൺട്രിയാണ്? സൗത്ത് കൊറിയ ആണ് ശരി. നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും വരുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരണ്ട, സൗത്ത് കൊറിയയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ജപ്പാനും ചൈനയും ഒന്നും അവിടെ നോക്കണ്ട. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇൻഷുറൻസ് കമ്പനി ലോഞ്ച്ഡ് എ ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ടേം ഇൻഷുറൻസ് പ്ലാൻ ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ് ഇൻ ഇന്ത്യ? അതായത് ഏത് ഇൻഷുറൻസ് കമ്പനിയാണ് ടൈപ്പ് 2 എന്ന് പറഞ്ഞിട്ടുള്ള ഡയബറ്റിക് രോഗികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായിട്ട് ടൈം ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. LIC, HDFC ലൈഫ്, ICICI പ്രൊഡൻഷ്യൽ, ബജാജ് അലയൻസ് ലൈഫ്? Which insurance company launched the first of its kind term insurance plan for the type 2 diabetes in India? Type 2 ഡയബറ്റീസുകൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് സ്റ്റാർട്ട് ചെയ്ത കമ്പനി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ബജാജ് അലയൻസ് ലൈഫ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആരാണ്? ബജാജ് അലയൻസ് ലൈഫ്, അതാണ് കറക്റ്റ്. Which insurance company launched the first of its kind term insurance plan for type 2 diabetes in India? ബജാജ് അലയൻസ് ലൈഫ്, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡി ആണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് യൂണിയൻ മിനിസ്റ്റർ ലോഞ്ച്ഡ് ദ സെൻട്രൽ സെക്ടർ സ്കീം സ്മൈൽ? ഈ സ്മൈൽ എന്ന് പറഞ്ഞ ഒരു സ്കീം ഏത് യൂണിയൻ മിനിസ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരില്ല, അതായത് ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് പോലുള്ളവർ, അവരുടെ ലീവ്ഹുഡിന് വേണ്ടിയിട്ടും അവർക്കൊരു എന്റർപ്രൈസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം വന്നിട്ടുള്ളത്. അപ്പൊ ഈ സ്മൈൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് ഏത് മിനിസ്ട്രിയാണ്? മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് വെൽഫെയർ ആൻഡ് മിനിസ്റ്റർ ഓഫ് ഫിനാൻസ്, മിനിസ്റ്റർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ്? ഏതാണ്? ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആണോ? അല്ല. മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണോ? അല്ല. റൂറൽ ഡെവലപ്മെന്റ് ഇവിടെ വരുന്നില്ല. ഇവിടെ എന്താ വേണ്ടത്? സോഷ്യൽ ജസ്റ്റിസ് ആണ് വേണ്ടത്. ഈ ട്രാൻസ്ജെൻഡേഴ്സിന് എന്താ വേണ്ടത്? അവർക്കൊരു സോഷ്യൽ ജസ്റ്റിസ് ആണ് വേണ്ടത് നമ്മുടെ സമൂഹത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ് വരുന്നത്. സ്മൈൽ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടിയാണ്? അത് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ടാണ്.
കണ്ടോ, ഇവരുടെ വെൽഫെയറിനും റീഹാബിലേഷൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റിയുടെ. അവർക്ക് എന്തെങ്കിലുമൊക്കെ തുടങ്ങി അവരുടേതായിട്ടുള്ള ഒരു ജീവിതം വേണോ, അല്ലെ അവരെ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ള ഒരു രീതിയിലാണ്. പണ്ട് കാലങ്ങളിൽ അവരെങ്ങനെയായിരുന്നു, സെക്സ് വർക്കേഴ്സ് മാത്രമായിട്ട് അവർ ഒതുങ്ങിപ്പോയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവർ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, വലിയ വലിയ പൊസിഷനിലേക്ക് അവർ വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്ത് അവർക്കൊരു നല്ലൊരു ബെറ്റർ ലൈഫിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഇതുകൊണ്ടൊരു ഉദ്ദേശിക്കുന്നത്. ഇനി അതുപോലെ തന്നെ സഹായ എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്, ഈ ബഗ്ഗേഴ്സ്, ഈ തെരുവിൽ ഇങ്ങനെ ഭിക്ഷയാഴ്ച ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ ഒന്ന് പുനരധിവസിക്കാനും അവരെ കെയർ ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഒന്നാണ്. ഈ സഹായം സ്റ്റാർട്ട് ചെയ്തത് ഒഡീഷ ഗവൺമെന്റ് ആണ്. ഈ സ്കീമിന്റെ ഒരു പ്രത്യേകത എന്താണ്, ഈ ബഗ്ഗേഴ്സിന്റെ ഒരു കെയറും പ്രൊട്ടക്ഷനും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന സ്മൈൽ എന്ന് പറഞ്ഞത് ആർക്കാണ്, ട്രാൻസ്ജെൻഡേഴ്സിനാണ്. സഹായ സ്കീം ഒഡീഷ ഗവൺമെന്റ് ആണ് ലോഞ്ച് ചെയ്തത്. അതെന്തിനു വേണ്ടിയിട്ടാണ്, പ്രൊട്ടക്ഷനും കെയറും ഒക്കെ വേണം ആർക്ക്, ബഗ്ഗേഴ്സിന് വേണ്ടിയിട്ട്. ബഗ്ഗേഴ്സ് അത് കൊടുക്കുക, അല്ലെങ്കിൽ ബഗ്ഗേഴ്സിന് അത് കൊടുത്തൊന്ന് പുനരധിവസിപ്പിക്കുക, ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സെന്റർ സഹായ എന്ന് പറയുന്ന സ്കീം പോലുള്ള ഒരു സ്കീം വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഗവൺമെന്റ് ടുക്ക് ഓവർ ദി നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB ഫ്രം ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ടുക്ക് ഓവർ ചെയ്തു നാഷണൽ ഹൗസിംഗ് ബാങ്ക്. എവിടെ നിന്ന്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന്. എപ്പോഴാണ് ഇത് ചെയ്തത്, 2017, 2019, 20, 21. The government took over the National Housing Bank NHB from the Reserve Bank of India in ഏത് വർഷമാണ്, 2019 ആണ്. ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. 2019 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 2019 ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, നാഷണൽ ഹൗസിംഗ് ബാങ്ക് റിസർവ് ബാങ്കിൽ നിന്നും ഏറ്റെടുക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ടൊന്ന് ചെക്ക് ചെയ്യണം. A girl child parent can open a Suganya Samriddhi account in which age group? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ സുകന്യ സമൃദ്ധി അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കേട്ടിട്ടുണ്ടോ, അല്ലെ? പെൺകുട്ടികൾക്ക് വരുന്ന ഒരു അക്കൗണ്ടാണ് അത്. പെൺകുഞ്ഞ് ജനിച്ചാൽ ആ കുട്ടിക്ക് വേണ്ടി നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. ഇത് ഏത് ഏജ് ഗ്രൂപ്പ് മുതലാണ് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഏജ് ഗ്രൂപ്പ് വരെയാണ്, 0 to 10 years, 0 to 5 years, 2 to 25, 0 to 50 years. എപ്പോ മുതലാണ് ഈ സുകന്യയുടെ ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എ ആണ് കറക്റ്റ് കേട്ടോ. 0 മുതൽ 10 വർഷം വരെയാണ് ഇതിന്റെ സ്കീം വരുന്നത്. ഓക്കെ, അതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് 18, 19, 20, 21, അത് ഏതൊരു വയസ്സ്, 21 21 വയസ്സാകുമ്പോൾ എന്ത് ചെയ്യും, ഈ എമൗണ്ട് തിരിച്ചു കിട്ടും കുട്ടിക്ക്, ആ അടക്കുന്ന എമൗണ്ട്. സുകന്യ സമൃദ്ധി യോജന സ്കീം SSY സ്കീമാണ്. ഇത് 2016, 2016 ഈ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു SSAയുമായിട്ട് ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്, ഗേൾ ചൈൽഡിന്റെ ഒരു ഹെൽപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ഒരു ഭാവിക്ക് വേണ്ടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവരുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു എമൗണ്ട് ഭാവിയിൽ അവർക്ക് സഹായം ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞ ആ പ്രോഗ്രാമൊക്കെ ഇട്ട് ചേർന്നത് അങ്ങനത്തെയുള്ള ഇന്റൻഷനൊക്കെ ഇതിനകത്തുണ്ട്. അതായത് പെൺകുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്കൊരു നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വരുന്ന ഒന്നാണ്. ഓക്കെ, അപ്പൊ ഈ പ്രോഗ്രാം ഏതിന് കീഴിലാണ് വരുന്നത്, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ. ബേട്ടിയെ രക്ഷിക്കുക, അവളെ പഠിപ്പിക്കുക, അതാണ് ഇതിന്റെ മലയാളം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു സ്കീമിന്റെ കീഴിലാണ് സുകന്യ സമൃദ്ധി യോജന വരുന്നത്. ഓക്കെ, അത് ആരുടെയാണ്, സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു സ്കീമാണിത്. ഇവിടെ എങ്ങനെയാണ് വരുന്നത്, ഇവിടെ പറയുന്നത് പറഞ്ഞാല് ഈ സ്കീമിന്റെ കീഴിൽ ഒരു അക്കൗണ്ട് തുറക്കാനായിട്ട് സാധിക്കും. ഏത് പ്രായത്തിലുള്ളവർക്കാണ്, 10 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പാരന്റ്സിന്റെ ഒരു ഹെൽപ്പോടുകൂടി, അല്ലെങ്കിൽ പാരന്റ്സും കൂടെ ഉണ്ടാവും ഇതിനകത്ത്, അങ്ങനെ ചേർന്നിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇതിൽ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് പറയുന്നതെന്ന് വെച്ചാൽ 500ന്റെ നോട്ടും 1000ന്റെ നോട്ടും ഒരു ദിവസം ഇന്ത്യയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായല്ലേ. എങ്ങനെ, നോട്ട് നിരോധിച്ചു അല്ലെ. അപ്പൊ ഏത് വർഷമാണ് ഈ നോട്ട് നിരോധനം വന്നത്, 500ന്റെയും 1000ന്റെയും നോട്ട് നിരോധിച്ച വർഷം ഏതാണ്, 2015, 16, 18, 17. ഏത് വർഷമാണ് ഇന്ത്യയിലെ 500ന്റെയും 1000ന്റെയും നോട്ട് നിരോധിക്കുന്നത്, ഏത് വർഷമാണ്, 15 ആണോ, അല്ല 18 അല്ല 17 അല്ല, 2016.
2016 നമുക്ക് എന്ത് സംഭവിക്കുന്നത്, 500-ന്റെയും 1000-ന്റെയും നോട്ട് നിരോധിച്ചു കൊണ്ടുള്ള ഒരു നിയമം വരുന്നത്, ഒരു അർദ്ധരാത്രിയോടെ അത് നിരോധിക്കുന്നത് അല്ലെ. When is World Environment Day observed each year? എന്നാണ് നമ്മൾ വേൾഡ് എൻവയോൺമെന്റ് ഡേ, പരിസ്ഥിതി ദിനം ആഘോഷിക്കുന്നത്. എന്നാണ് പരിസ്ഥിതി ദിനം? ജൂൺ 1, ജൂൺ 3, ജൂൺ 5, ജൂൺ 7. സ്കൂളൊക്കെ തുറക്കുന്ന സമയത്താണ് ഇത് വരുന്നത്, ജൂൺ മാസത്തിലാണ് വരുന്നത്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ പരിസ്ഥിതി ദിനമാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം വരാറുണ്ട്. ജൂൺ മാസത്തിൽ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അത് വരാറുണ്ട്. ഏത് ദിവസമാണ്? ജൂൺ 5 ആണ്. സി ആണ് കറക്റ്റ്. When is World Environment Day observed each year എന്ന് ചോദിച്ചാൽ ഏത് ദിവസമാണ്? ജൂൺ 5-നാണ് അത് വന്നത്. ജൂൺ 5 ആണ് ലോക പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ 5. അത് മറക്കരുത്. പല എക്സാമുകളിലും ഏത് എക്സാമിനാണെങ്കിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനിൽ പെടുന്നതാണ് വേൾഡ് എൻവയോൺമെന്റ് ഡേ. ഓക്കെ, അത് ജൂൺ 5 ആണ്. ഇത് 1973 മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് 1973 മുതൽ ജൂൺ 5-ന് നമുക്ക് എന്ത് ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു? എൻവയോൺമെന്റ് ഡേ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചു. എന്തിനാണ് ഈ പരിസ്ഥിതി ദിനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടല്ലേ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മാത്രമാണ്, അല്ലാത്ത രീതിയിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് നമ്മുടെ പരിസ്ഥിതി എപ്പോഴും നശിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് 1973 എന്ത് പ്ലാൻ ചെയ്തത്? നമുക്ക് ജൂൺ 5-ന് ലോക പരിസ്ഥിതി ദിനമായിട്ട് ആഘോഷിക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സെലിബ്രേറ്റഡ് ഓൺ ജൂൺ 5, 1973, focusing on actionable solution to reduce plastic pollution worldwide. വേൾഡ് ആയിട്ട് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റിനെ ലഹരി വിമുക്തമായിട്ടുള്ളത് ഡ്രഗ് ഫ്രീ ആയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് പഞ്ചാബ് പോലീസ് ഒരു ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. What is the name of the massive statewide operation launched by the Punjab police to make the state drug free? Operation Clean Punjab, Operation Zero Drug, OPS Clean, Operation Drug Free Punjab. ഏതാണ് കറക്റ്റ് വരുന്നത്? ഈ ഓപ്പറേഷൻ ഡ്രഗ് ഫ്രീ ഒക്കെ കാണുമ്പോൾ, സീറോ ഡ്രഗ്സ് ഒക്കെ കാണുമ്പോൾ അതിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷൻ ഡ്രഗ് ഫ്രീ പഞ്ചാബ് എന്ന് കാണുമ്പോഴും അങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓപ്പറേഷൻ ക്ലീൻ പഞ്ചാബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പരിസ്ഥിതി ശുദ്ധീകരണം അതൊക്കെ ഉദ്ദേശിക്കും. അപ്പൊ അതുകൊണ്ട് അത് വലിയ ശ്രദ്ധ കൊടുക്കില്ല. കറക്റ്റ് OPS ക്ലീനിങ് ആണ്, സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതായത് സ്റ്റേറ്റില് ഈ ഡ്രഗ്സിന്റെ ഉപയോഗം കുറയ്ക്കുക എന്ന്, അല്ലെങ്കിൽ ഫ്രീ ആക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി പഞ്ചാബ് പോലീസ് സ്റ്റാർട്ട് ചെയ്ത പ്രോജക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ആണ് എന്തെന്ന് OPS ക്ലീൻ എന്ന് പറയുന്നത്. ഓക്കെ, which company has signed as MOU with the Gujarat government to set up India's first lithium ion cell manufacturing gigafactory? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇന്ത്യയിലെ ലിഥിയം അയൺ സെല്ല് മാനുഫാക്ചറിംഗ് ഗിഗാ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഗുജറാത്ത് ഗവൺമെന്റ് ഏത് കമ്പനിയുമായിട്ടാണ് സൈൻ ചെയ്തിട്ടുള്ളത്? മ്യൂച്വലി ഏത് കമ്പനിയായിട്ടാണ്? വിച്ച് കമ്പനി ഹാസ് സൈൻഡ് ആൻ MOU with the Gujarat government to set up India's first lithium ion cell manufacturing gigafactory? Reliance Industry, Tata Industry, Adani Group, Mahindra Group. ഏതാണ് വരുന്നത്? Which company has signed an MOU with the Gujarat government to set up India's first lithium ion cell manufacturing gigafactory? ടാറ്റ ഗ്രൂപ്പ് ഇസ് എ റൈറ്റ് ആൻസർ. ബി ആണ് കറക്റ്റ്. ആരുമായിട്ടാണ്? ടാറ്റ ഗ്രൂപ്പുമായിട്ടാണ് വരുന്നത്. റിലയൻസ് ആദ്യം കിടക്കുമ്പോൾ ഒരു ചിന്ത അങ്ങോട്ട് വരണ്ട, ടാറ്റയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Which state has become the first in India to establish a committee for the conservation of seed preserved by the tribal farmers? എന്താ ചോദിച്ചിരിക്കുന്നത് ഇവിടെ? ഗോത്ര വർഗക്കാരായിട്ടുള്ള കർഷകരുണ്ട് അല്ലെ, ട്രൈബൽ ഫാമേഴ്സ് ഉണ്ട്. അവര് സംരക്ഷിക്കുന്ന വിത്തുകളുണ്ട്, പ്രിസർവ് ചെയ്യുന്ന സീഡ്സുകളുണ്ട്. അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, കൺസർവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഒരു കമ്മിറ്റി ഉണ്ട്. അത് ആരാണ്, ഏത് സ്റ്റേറ്റ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഈ ട്രൈബൽ ഫാമേഴ്സ് പ്രിസർവ് ചെയ്യുന്ന സീഡ് കൺസർവേഷൻ ചെയ്യാനായിട്ട് കമ്മിറ്റി രൂപീകരിച്ചത്? മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ.
ആരാണ്? ട്രൈബൽ ഫാർമേഴ്സ്, ഒഡീഷയാണ് കറക്റ്റ്. ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ട്രൈബൽ ഫാർമേഴ്സ്, ഒഡീഷ. Which system was not installed on the train involved in the accidents in Baleshwar districts on June 2nd? അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം അല്ലെ, ഒരു ജൂൺ മാസം 2-ാം തീയതി ഒരു വലിയൊരു ട്രെയിൻ അപകടം നടന്നു ഇന്ത്യയിൽ അല്ലേ. എന്തായിരുന്നു സംഭവിച്ചത്? ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ഗുഡ്സ് ട്രെയിൻസും അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ട്രെയിൻസ് ഒക്കെ ആയിട്ടുള്ള ട്രെയിൻസുകൾ കൂട്ടിയിടിച്ച് ഒരുപാട് ആളുകൾ മരിച്ചു പോയിരുന്നു അല്ലെ. ആ ഒരു കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ജൂൺ 2-നാണ് ആ കേസ് സംഭവിക്കുന്നത്. അത് എവിടെയായിരുന്നു? ബലേശ്വർ. ബലേശ്വർ എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ആ കാര്യം നടന്നത് അല്ലെ. ആ ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ടാണ് അത് സംഭവിച്ചത്. Which system was not installed on the train involving in the accidents in Baleshwar district on June 2nd? അവിടെ ഈ ട്രെയിനുകളിൽ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു അപകടം സംഭവിച്ചത്. ആ സിസ്റ്റം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പറയുന്നത്? ആന്റി കൊളീസിയം ഡിവൈസ്, അതായത് കൂട്ടിയിടിക്കുന്നതിന് തടയാനുള്ള ഡിവൈസ്, കവച് സിസ്റ്റം, ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം, എമർജൻസി അലാം സിസ്റ്റം. ഏതായിരുന്നു ഇല്ലാതിരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ അതെങ്ങനെ അപകടം ഉണ്ടായത്? ഒരു സൈഡിൽ നിന്നും ഒരു ട്രെയിൻ വന്നു, മറ്റൊരു സൈഡിൽ നിന്ന് വേറൊരു ട്രെയിൻ വന്നു. ഈ ട്രെയിനുകൾ തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞ ശേഷം വേറൊരു ട്രെയിന് അതേ പാളത്തിൽ വന്ന് ഈ കൂട്ടിമുട്ടി അപകടം സംഭവിച്ചെടുക്കുന്ന ട്രെയിനിലേക്ക് ഇടിച്ചു കയറി. അപ്പൊ അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? സിഗ്നൽ കിട്ടിയതിന്റെ കറക്റ്റ് ഇല്ലായ്മയാണ് അല്ലെ. അതായത് കറക്റ്റ് ആയിട്ട് ഈ ഒരു ട്രെയിൻ കടന്നു പോയതിനു ശേഷം മാത്രമേ അടുത്ത ട്രെയിൻ വരുള്ളൂ. അല്ലെങ്കിൽ ഈ ട്രെയിന് സെക്കൻഡ് ആയിട്ടുള്ള ആ ഒരു പാളത്തിലേക്ക് കയറി പോകുമ്പോഴാണ് മറ്റേ ട്രെയിൻ ആ ഒരു പാളത്തിലൂടെ വരുള്ളൂ. പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു? അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം സംഭവിച്ചിരുന്നു. അതിന് എതിരായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നോർമലി വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടെ എന്ത് ചെയ്യും? ഈ കവച് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അതായത് ഇപ്പൊ ആൻസർ ഇവിടെ ബി ആണ് വരുന്നത്. കവച് സിസ്റ്റം ആണ് വരുന്നത്. ആന്റി കൊളാപ്സിയവും അതുപോലെ ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റവും എമർജൻസി അലാം സിസ്റ്റം ഒന്നല്ല വരുന്നത്, കവച് തന്നെയാണ് വരുന്നത്. ഈ കവച് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ തദ്ദേശീയപരമായിട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സംവിധാനമാണ്. അത് ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അപകടം സിഗ്നൽ എന്ത് ചെയ്യും? നമുക്ക് കിട്ടും. അതായത് ഇത് നമുക്കെതിരെയായിട്ട് ഇങ്ങനെ ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇപ്പൊ പാളം മാറി കയറിയോ അങ്ങനെ എന്താന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ലോക്കോ പൈലറ്റിന് ആ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്നതിന് മുൻകൂട്ടിയായിട്ട് ഒരു സിഗ്നൽ കിട്ടും. അപ്പൊ ഈ സിഗ്നൽ കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്താം. അപ്പൊ ഒരു നിശ്ചിത അതായത് രണ്ട് ട്രെയിനിനും ആ ഒരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ദൂരത്ത് നിന്നും ആ ദൂരത്തു നിന്നും ട്രെയിൻ വരുമ്പോൾ രണ്ട് ട്രെയിനിലിരിക്കുന്ന ലോക്കോ പൈലറ്റ്സിന് മനസ്സിലാവും എന്റെ മുമ്പിൽ ഒരു അപകടം സംഭവിക്കുക അല്ലെങ്കിൽ വണ്ടി കൂട്ടിമുട്ടാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പരിധിയിൽ വെച്ചിട്ട് ഈ രണ്ട് ട്രെയിനും എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ഈ കവച സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ട്രെയിനിലും ഉണ്ടാവും അതിന്റെ ഒരു ഫെസിലിറ്റി, ആ ട്രെയിനിലും ഉണ്ടാവും. ഈ ട്രെയിൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എതിരെ വരുന്ന ഒരു ട്രെയിനോ ഒരു അപകടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് എതിരെ വരുന്നുണ്ടെന്ന് മനസ്സിലാവുമ്പോൾ ഇവിടെ അതിനെ സിഗ്നൽ കിട്ടും. അപ്പൊ ട്രെയിനിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എതിരെ വരുന്ന ട്രെയിനിനും അതേ ഒരു ഫെസിലിറ്റി ഉണ്ട്. ആ ട്രെയിനിന് മനസ്സിലാവും എന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ എന്റെ പാതയിൽ ഒരു അപകടം ഉണ്ടെന്ന്. ആ ട്രെയിനിലെ ലോക്കോ പൈലറ്റിനും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപകടം ഇല്ലാതെ രക്ഷപ്പെടും. പക്ഷേ ഈ കവച് എന്ന് പറഞ്ഞ സിസ്റ്റം ആ ഒരു ടൈമില് ഈ ട്രെയിനുകളിലില്ലായിരുന്നു. അതും പിന്നെ ഈ പറയുന്ന നമ്മുടെ സ്റ്റേഷനിൽ നിന്നുള്ള ആ ഒരു മെസ്സേജും കറക്റ്റ് ആയിട്ട് പാസ് ആവാതെ വന്നപ്പോൾ, അതിന് പാസ് ചെയ്ത് വരാതെ വന്നപ്പോഴാണ് ട്രെയിനുകൾ തമ്മിൽ ക്ലാഷ് ആവുന്നത്. എന്നിട്ടാണ് മറ്റൊരു ട്രെയിനും കൂടെ അതിന്റെ ഒപ്പം തന്നെ വരികയും ആ ട്രെയിൻ എന്ത് ചെയ്ത് ഈ ഇടിച്ചിട്ട ട്രെയിനിലേക്ക് കയറുകയും ചെയ്തു. അങ്ങനെയാണ് അന്ന് വലിയൊരു അപകടം സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ? കവച് സിസ്റ്റം. കവച് ചെയ്യുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് വരുന്നത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഇത് ഇൻഡിജീനിയസ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ആണ് അല്ലെ. അതായത് തദ്ദേശീയപരമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു സിസ്റ്റം ആണ്. ഇത് ഡെവലപ്പ് ചെയ്തെടുത്ത ആരാണ്? ഡെവലപ്ഡ് ബൈ ദ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ RDSO അണ്ടർ ദി ഇന്ത്യൻ റെയിൽവേ ഇൻ ദി കൊളാബറേഷൻ വിത്ത് ദി ആരുമായിട്ടാണ് കൊളാബ് ചെയ്തത്? മേധ സർവോ ഡ്രൈവ്സ് പ്രൈവറ്റ് ലിമിറ്റഡും HBL പവർ സിസ്റ്റം ലിമിറ്റഡും ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? അത് മാത്രമല്ല വേറെ ആരുണ്ടായിരുന്നു? അവരുടെ പേരെന്തായിരുന്നു? കെർണക്സ് മൈക്രോ സിസ്റ്റം.
കാരണം ഇതെല്ലാം ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം കൂടെ ഉണ്ടല്ലേ. അപ്പൊ ഇവര് 3 പേരും ഇന്ത്യൻ റെയിൽവേ ചേർന്നിട്ട്, ഇന്ത്യൻ റെയിൽവേ എന്തായിരുന്നു ചേർന്നത്, ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ അണ്ടർ ഇന്ത്യൻ റെയിൽവേയിൽ വരുന്നത്. അവരുമായിട്ട് കൊളാബ് ചെയ്തുകൊണ്ടാണ് ഈ കവച് കൊണ്ടുവരുന്നത്. അപ്പൊ കവച് വാസ് ഡെവലപ്ഡ് ബൈ ദി റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ. ആരാണത്? RDSO. അത് റെയിൽവേയുടെ അണ്ടറിലാണ് വരുന്നത്. പിന്നെ വരുന്ന ആരാണ്? മേധ സർവോ ഡ്രൈവ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, മേധയുണ്ട്. HBL പവർ സിസ്റ്റം അതുണ്ട്. പിന്നെ എന്താണ്? കർണസ് മൈക്രോ സിസ്റ്റം. ഇത്രയും ആളുകൾ, ഇത്രയും കമ്പനീസുകളും അതിനോടൊപ്പം തന്നെ വരുന്ന റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിത്ത് സാറ്റലൈറ്റ് ടെക്നോളജി ആണ് കേട്ടോ ചോദിക്കുന്നത്. വാസ് യൂസ്ഡ് ഫോർ ഏഷ്യ ഫസ്റ്റ് ഡെമോൺസ്ട്രേഷൻസ് ഓഫ് പെർഫോമൻസ് ബേസ്ഡ് നാവിഗേഷൻ ഫോർ ഹെലികോപ്റ്റർ. അതായത് പെർഫോമൻസ് ബേസ്ഡ് വരുന്ന ഹെലികോപ്റ്റേഴ്സിന്റെ നാവിഗേഷനുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത സാറ്റലൈറ്റ് ടെക്നോളജി ഏതെന്നാണ് ചോദിക്കുന്നത്. GPS, ഗഗൻ ആൻഡ് വേറെന്താ വരുന്നത്? ഗലിയോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്ലോണസ് വരുന്നുണ്ട്. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഗഗൻ ആണ് കേട്ടോ. ഗഗൻ മലയാളത്തിൽ നമുക്ക് ഗഗൻ എന്ന് വിളിക്കാം. ഗഗൻ. ഓക്കെ, എന്താണിത് നമുക്ക് നോക്കാം. ഈ ഗഗൻ എന്ന് പറഞ്ഞാൽ എന്താണ്? GPS എയ്ഡഡ് GEO ആർഗ്യുമെന്റ് നാവിഗേഷൻ ആണ്. ഈ സാറ്റലൈറ്റ് ടെക്നോളജി ആരാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ AAIയും ചേർന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. AAI എന്ന് പറഞ്ഞാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഈ GPS നാവിഗേഷൻ, ഈ ഗഗന്റെ ഉദ്ദേശം എന്താണ്? നമ്മളിപ്പോ പറഞ്ഞപ്പോ വലിയ കാര്യമായിട്ട് പറഞ്ഞു, പക്ഷെ ഒരു എന്താ ഉദ്ദേശിക്കുന്നത് കൊണ്ട്? പ്രൊവൈഡിങ് അഡീഷണൽ ആക്യുറസി അല്ലെ, അഡീഷണൽ ആയിട്ടുള്ള അധികമായിട്ടുള്ള കൃത്യത, അവൈലബിലിറ്റി, ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ സമഗ്രത അല്ലെ, ക്ലിയർ ആയിട്ട് എല്ലാ മേഖലയിലും ഒരുമിച്ച് നോക്കി പോകാൻ പറ്റണം. ഇതെല്ലാം എന്താണ്? ഫ്ലൈറ്റിന്റെ ഓരോ ഫേസിലും നേരിടുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ആ ഒരു നെസസറി ക്ലിയർ ചെയ്തുകൊണ്ട് ആ നാവിഗേഷൻ കറക്റ്റ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്ത് അഡീഷണൽ ആക്യുറസിയും അവൈലബിലിറ്റിയും ഇന്റഗ്രിറ്റിയും ഒക്കെ കൊണ്ടുവരിക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗഗൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാവിഞ്ചി XI റോബോട്ടിക് സർജിക്കൽ. അതായത് വിച്ച് ഹോസ്പിറ്റൽ റീസെന്റ്ലി ലോഞ്ച്ഡ് ഡാവിഞ്ചി റോബോട്ടിക് സർജിക്കൽ സിസ്റ്റം? ആരാണ് സ്റ്റാർട്ട് ചെയ്തത്? ഫോർട്ടീസ് ഹെൽത്ത് കെയർ ആണോ, അപ്പോളോ ഹോസ്പിറ്റൽ അഹമ്മദാബാദ് ആണോ, മാക്സ് ഹെൽത്ത് കെയർ ആണോ, അല്ലെങ്കിൽ മേദാന്ത ഹോസ്പിറ്റൽ ആണോ? ആരാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? അതായത് റോബോട്ടിക് ആയിട്ടുള്ള ഒരു സർജറി ആണത്. ആരാണ്? അപ്പോളോ ഹോസ്പിറ്റൽ അഹമ്മദാബാദിലുള്ള അപ്പോളോ ഹോസ്പിറ്റലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ B ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. വിച്ച് ഹോസ്പിറ്റൽ റീസെന്റ്ലി ലോഞ്ച്ഡ് ദി ഡാവിഞ്ചി റോബോട്ടിക് സർജിക്കൽ സിസ്റ്റം? ആരാണ്? അപ്പോളോ ഹോസ്പിറ്റൽ അഹമ്മദാബാദ്. ഓക്കെ, ഈ പറയുന്ന ഓപ്പറേഷന്റെ ഒരു പ്രത്യേകത സ്മോൾ കട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ മുറിവായിരിക്കും. പിന്നെ എന്താണ്? വേദനയൊക്കെ കുറവായിരിക്കും, ആഘാതമൊക്കെ കുറവായിരിക്കും, ലെസ് പെയിൻ ആയിരിക്കും. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു സർജിക്കൽ പാടൊക്കെ ഉണ്ടാവുള്ളൂ, അത് പെട്ടെന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി. കിഡ്നി ഓപ്പറേഷൻസും അതുപോലെ തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. It can be used in the field of kidney transplant and liver transplantation. ഈ കിഡ്നിയുടെ മാറ്റിവെക്കലും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ ഷോർട്ട് റിക്കവറി ടൈമേ വേണ്ടി വരുള്ളൂ, സ്മോൾ ആയിട്ട് അത് കട്ട് ചെയ്യുന്നുള്ളൂ, ലെസ് ആയിട്ടുള്ള ഒരു പെയിൻ ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഹെൽത്ത് ആയിട്ടുള്ള, വളരെ രോഗിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. What was the focus of the refresher training program organized by NIPCCD in May 2023? അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2023 മെയ് മാസത്തിൽ NIPCCD സംഘടിപ്പിച്ച റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിന്റെ ഒരു ഫോക്കസ് എന്തായിരുന്നു? അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ഇതാണ് റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് അത് ഫോക്കസ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചൈൽഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം, മിഷൻ വാത്സല്യ, ജുവനൈൽ ജസ്റ്റിസ് പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് ചൈൽഡ് പ്രൊട്ടക്ഷൻ സ്കീം. അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് നമുക്ക് ഓക്കെ. ഇനി എന്താണത്? ഏതാണ് ആ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ട്രെയിനിങ് പ്രോഗ്രാം മിഷൻ വാത്സല്യാണ് അല്ലെ. അതായത് കുട്ടികളുടെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം റിഫ്രഷ് ചെയ്യിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്.
അവിടെ ഒന്ന് എന്ത് ചെയ്യാ ബൂസ്റ്റ് ചെയ്തെടുക്കാം. ആ ഒരു ഉദ്ദേശത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് എന്തെന്ന് മിഷൻ വാത്സല്യ. അത് റിഫ്രഷിംഗ് ട്രെയിനിങ് പ്രോഗ്രാം ആണ്. NIPCCD ആണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. 2023 മെയ്യിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇത് അതുമായി തന്നെ ബന്ധപ്പെട്ട് വരുന്ന സെയിം ഒന്ന് ക്വസ്റ്റ്യൻ മാറ്റി വന്നിട്ടുള്ളൂ. വിച്ച് ഓർഗനൈസേഷൻ ഓർഗനൈസ് റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാം ഓൺ മിഷൻ വാത്സല്യ? ആരാണ്? NIPCCD അല്ലെ? അപ്പൊ എ ആണ് കറക്റ്റ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞ കാര്യം ജസ്റ്റ് ഇങ്ങനെ മാറ്റി അത് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ വിച്ച് ഓർഗനൈസേഷൻ ഓർഗനൈസ്ഡ് എ റിഫ്രഷർ ട്രെയിനിങ് പ്രോഗ്രാം ഓൺ മിഷൻ വാത്സല്യ എന്ന് ചോദിച്ചാൽ CBIയോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയോ ISRO ഒന്നും അല്ല, NPICCD ആണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. Which bank has been fined rupees 2.2 crore by the RBI for violating various norms? അതായത് RBI അടുത്ത കാലത്തായിട്ട് ഒരു ബാങ്കിന് 2.5 കോടി രൂപയുടെ ഫൈൻ അടിച്ചു കൊടുത്തു. ഫൈൻ കൊടുത്തു. RBI എന്ത് ചെയ്തു? 2.5 കോടി രൂപയുടെ ഫൈൻ അടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത്, അതായത് ചെയ്തു കൊടുത്തു. എന്തുകൊണ്ടാണ് പെനാൽറ്റി കൊടുത്തത്? എന്തുകൊണ്ടാണ്? വയലേറ്റിംഗ് വേരിയസ് നോംസ്, അതായത് ബാങ്കിന്റെ കുറെ കാര്യങ്ങൾ വയലേറ്റ് ചെയ്തതുകൊണ്ട്. അത് ഏത് ബാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്. ആരായിരുന്നു? ഏത് ബാങ്കിനായിരുന്നു കിട്ടിയത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനാണ്. എ ആണ് കറക്റ്റ്. ആർക്കാണ് കിട്ടിയത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിനാണ് 2.5 കോടി രൂപയുടെ ഒരു ഫൈൻ, ഒരു പെനാൽറ്റി അങ്ങ് കൊടുത്തു. അതങ്ങ് ചെയ്തോന്ന് പറഞ്ഞു. എന്ത് കാരണം എന്താണ്? വയലേറ്റിംഗ് വേജസ് നോംസ്. RBIയുടെ കുറച്ച് നോംസുകൾ എന്ത് ചെയ്ത് അവർ വയലേറ്റ് ചെയ്തായിരുന്നു. RBIയുടെ കീഴിലാണ് ഇന്ത്യയിലെ എല്ലാ ബാങ്കുകളും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇത് പ്രൈവറ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഈവൻ ഗവൺമെന്റ് ബാങ്ക് ആയിക്കോട്ടെ, ഏത് ബാങ്ക് ആണെങ്കിലും RBIയുടെ കീഴിലാണ് അത് വരുന്നത്. RBI പറയുന്ന നിയമങ്ങൾക്കനുസരിച്ച് വേണം ബാങ്ക് പ്രവർത്തിക്കാൻ. അതിനെതിരെ എന്തെങ്കിലും സംഭവിച്ചാൽ RBI അതിനെതിരെ ആക്ഷൻ എടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഈ ഒരു കാര്യം ആർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്? ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന് ഫേസ് ചെയ്യേണ്ടി വന്നത്. 2.5 കോടിയോളം രൂപ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വന്നു? ഫൈൻ കൊടുക്കേണ്ടി വന്നു. Which company has signed an MOU with the Maharashtra government to invest 5,000 crore rupees in Pune? അതായത് ഇവിടെ പറയുന്നത് പൂനെയിൽ 5,000 കോടി രൂപയുടെ നിക്ഷേപം നടത്താനായിട്ട് മഹാരാഷ്ട്ര സർക്കാരുമായിട്ട് MOU എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരണാപത്രം സൈൻ ചെയ്ത ഒരു കമ്പനി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പ് ആണോ? ബജാജ് ഫിൻകോപ്പ് ആണോ? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണോ? അദാനി ഗ്രൂപ്പ് ആണോ? ആരാണ്? Which company has signed an MOU with the Maharashtra government to invest 5,000 crore rupees in Pune? ആരാണ്? ബജാജ് ഫിൻകോപ്പ് ആണ് കേട്ടോ. ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ടാറ്റ ഗ്രൂപ്പ് ആദ്യം കാണുമ്പോൾ അന്ന് ചിന്തിക്കേണ്ട, റിലയൻസും അദാനിയും ഒന്നും വരുന്നില്ല. ബജാജ് ഫിൻകോപ്പ് ആണ് പൂനെയിൽ 5,000 കോടി രൂപ ചെലവാക്കാനായിട്ടുള്ള ഒരു പ്രോജക്റ്റില് മഹാരാഷ്ട്ര ഗവൺമെന്റുമായിട്ട് സൈൻ ചെയ്തത്. ഏതാണ്? ഏത് കമ്പനിയാണ്? ബജാജ് ഫിൻകോപ്പ് ആണത്. അത് മാറിപ്പോകരുത്. ടാറ്റയും റിലയൻസ് ഒക്കെ ആദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് അവരൊക്കെ അത്യാവശ്യം റിച്ച് ആണല്ലോ, നമുക്ക് അറിയുന്ന സെലിബ്രിറ്റീസുകൾ കൂടെയാണ്. അപ്പൊ അവരായിരിക്കും എന്ന് ചിന്തിക്കും. അല്ല, ബജാജ് ആണ് ചെയ്തത്. അത് നോട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ ഈസ് ശ്രീനഗർ എക്സ്പെക്ടഡ് ടു ഗെറ്റ് ദ സ്മാർട്ട് സിറ്റി ടാഗ് അണ്ടർ ദി ശ്രീനഗർ സ്മാർട്ട് സിറ്റി പ്രോജക്ട്? ശ്രീനഗർ സ്മാർട്ട് സിറ്റി പ്രോജക്ട് പ്രകാരം ശ്രീനഗറിന് ഒരു സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ ടാഗ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്? ജൂൺ 2023, ജൂൺ 2024, ജൂൺ 2025, ജൂൺ 2022. എപ്പോഴാണ് ശ്രീനഗർ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ കീഴിൽ ശ്രീനഗർ സ്മാർട്ട് സിറ്റി ടാഗ് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നത്? എക്സ്പെക്ട് ചെയ്യുന്ന എപ്പോഴായിരുന്നു? ജൂൺ 2024. പക്ഷെ അത് സംഭവിച്ചില്ല കേട്ടോ. എന്ത് ചെയ്തു? അത് യൂണിയൻ ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രി എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. ആ ഡെഡ്ലൈൻ അങ്ങനെ സ്മാർട്ട് സിറ്റി മിഷന്റെ ഇതാക്കാനായിട്ട് മാർച്ച് 2025 വരെ നീട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുള്ളിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. അതായത് അത്രയും സമയം കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് കൺട്രി ബിക്കം ദി ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ സിഗരറ്റ് യൂസ് ചെയ്യൂല, ആ ഇതിനകത്ത് ഹെൽത്ത് വാർണിംഗ് മാൻഡറ്ററി ആയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത്? അതായത് നമുക്കത് കാണാൻ പറ്റും അല്ലെ? എന്താണ്? സിഗരറ്റ് ഉപയോഗിക്കുന്നത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞ ഒരു വാർണിംഗ് നമ്മളതിൽ കാണാറുണ്ട്. അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് കൺട്രി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? USA ആണോ? കാനഡയാണോ? ഇന്ത്യയാണോ? ഓസ്ട്രേലിയയാണോ? ആരാണ് ഫസ്റ്റ് കൊണ്ടുവന്നത്? കാനഡയാണ്. അത് നോട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്.
അതായത് ഫസ്റ്റ് കാനഡയാണ് അങ്ങനെ പറഞ്ഞത്. അതായത് അവരെ ആ ഒരു സിഗരറ്റില് വ്യക്തിഗതമായിട്ട് ഇൻഡിവിജ്വൽ സിഗരറ്റ്സിൽ അതിന്റെ ആ ഒരു എംബ്ലോ ഉണ്ടാവും അല്ലെ, ആ എംബ്ലോ അനുസരിച്ച് എന്താ അതിനകത്ത് ഉണ്ടാകുന്നത്, ഇത് യൂസ് ചെയ്താൽ ഇന്ന രീതിയിലുള്ള അസുഖങ്ങൾ വരും എന്നുള്ള ഒരു വാർണിംഗ് നമുക്ക് അതിനകത്ത് മെസ്സേജ് പോലെ കാണാൻ പറ്റും. അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഏത് കൺട്രിയാണ്? കാനഡയാണ്. കാനഡ എന്ന് പറഞ്ഞ കൺട്രിയിലാണ് അത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് നോട്ട് ചെയ്യണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ISSF വേൾഡ് കപ്പ് ജൂനിയർ 2023യുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. Which two Indian shooters won gold in 10-meter air rifle mixed team event at the ISSF വേൾഡ് കപ്പ് ജൂനിയർ 2023? അതായത് ഈ ISSF വേൾഡ് കപ്പ് 2023യിലെ ജൂനിയർ 2023യിലെ 10 മീറ്ററിന്റെ എയർ റൈഫിൾ മിക്സ്ഡ് ടീം ഇനത്തിൽ സ്വർണം നേടിയ 2 ഇന്ത്യൻ ഷൂട്ടേഴ്സ് ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എന്തൊക്കെയാണ്? അഭിനവ് ഷാ ആൻഡ് ഗൗതമി ബെനറ്റ്, മനു ഭാസ്കർ ആൻഡ് സൗരഭ് ചൗധരി. മൂന്നാമത്തെ ആരാണ്? ദിവാൻഷി പാൻവാർ, ഇലവേനിയൻ വളറിയൻ. പിന്നെ അടുത്ത എന്താണ്? അഞ്ജു മദ്ഗിൽ ആൻഡ് അപൂർവി ചന്ദേല. ആരാണ് അത് നേടിയെടുത്തത്? ആ ഒരു നേട്ടം, ചരിത്ര നേട്ടം നേടിയെടുത്തത് ആരാണ്? ഏതാണ് കറക്റ്റ് വരുന്നത്? അഭിനവ് ഷോ ആൻഡ് ഗൗതമി ബെനറ്റ് ആണ് അത് നേടിയെടുത്തത്. അപ്പൊ എ ആണ് കറക്റ്റ്. ഇവരെ പേരൊക്കെ അത്യാവശ്യം നമ്മുടെ വായിൽ കൊള്ളാത്ത പേരുകളൊക്കെ ഉണ്ടെങ്കിൽ അഭിനവും ഗൗതമിയും നമുക്ക് പെട്ടെന്ന് കിട്ടും. ബാക്കിയാണ് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Where was the BRICS Foreign Ministry meeting held? BRICS Foreign Ministry meeting എവിടെയാണ് നടന്നത് എന്നാണ് ചോദിച്ചത്. ന്യൂഡൽഹി, കോപ്പ് ടൗൺ, ബീജിംഗ്, മോസ്കോ. എവിടെയാണ്? ന്യൂഡൽഹി ആദ്യം കിടക്കുമ്പോൾ അങ്ങോട്ട് ചിന്തിക്കേണ്ട, കോപ്പ് ടൗൺ ആണ് കറക്റ്റ്, ബി ആണ് കറക്റ്റ് കേട്ടോ. അപ്പൊ where was the BRICS Foreign Ministry meeting held എന്ന് ചോദിച്ചാൽ അത് കോപ്പ് ടൗൺ ആണ് കറക്റ്റ്, ബി ആണ് കറക്റ്റ്. ഓക്കെ, മാറിപ്പോയത്, ബി ആണ് കറക്റ്റ്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഹൗ മെനി ഇയേഴ്സ് ഓഫ് സർവീസ് ഡിഡ് ദി ഡെക്കാൻ ട്യൂൺ ദ ഫസ്റ്റ് ഡീലക്സ് ട്രെയിൻ സർവീസ് ഓഫ് ഇന്ത്യൻ റെയിൽവേ കംപ്ലീറ്റ് ഇൻ 2023? അതായത് ജൂൺ 2023യിലേക്ക് ആയപ്പോഴേക്കും ഡെക്കാൻ ട്യൂൺ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ ഫസ്റ്റ് ഡീലക്സ് ട്രെയിൻ സർവീസ് ഉണ്ട്. അത് എത്ര വർഷം കംപ്ലീറ്റ് ചെയ്തു എന്ന് ചോദിക്കുന്നത്. എത്ര വർഷമാണ്? 100 വർഷം, 93 വർഷം, 75, 50. എത്രയാണ്? 93 വർഷമാണ് അത് കംപ്ലീറ്റ് ചെയ്തത് അല്ലെ. ഹൗ മെനി ഇയേഴ്സ്? 93 years of service did the Deccan Tune, the first deluxe train service of Indian Railway, complete in June 2023. Okay. How many cadets of the Royal Saudi Naval Force RSNF underwent training with the Indian Navy for the first time? അതായത് റോയൽ സൗദി നേവൽ ഫോഴ്സിന്റെ എത്ര കേഡറ്റ്സ് ആണ് ഇന്ത്യയുടെ കീഴിലായിട്ട്, ഇന്ത്യൻ നേവിയുടെ കീഴിലായിട്ട് ഫസ്റ്റ് ട്രെയിനിങ് പൂർത്തിയാക്കിയതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25, 40, 55, 60. എത്രയാണ്? 55 ആണ് കറക്റ്റ്, സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഹൗ മെനി കേഡറ്റ്സ് ഓഫ് ദി റോയൽ സൗദി നേവൽ ഫോഴ്സ് RSNF underwent training with the Indian Navy for the first time? എത്രയാണുള്ളത്? 55 പേരാണ്. 55 പേരായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യൻ നേവിയുടെ കീഴിൽ ആ ഒരു പരിശീലനം പൂർത്തിയാക്കി വന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു വോൺ ദി തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇൻ 2023? ഓപ്ഷൻ വിക്ടർ ആക്സൽബർഗ്, ആൻ സി യങ്, PV സിന്ധു, തായ് സു യിങ്. ആരാണ് ജയിച്ചത്? ഹു വോൺ ദി തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഇൻ 2023? ആരാണത്? ആൻ സി യങ് ആണ് കറക്റ്റ്, ബി ആണ് കേട്ടോ കറക്റ്റ് ആയിട്ട് വരുന്നത്. കുറച്ച് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് വേഗം അറിഞ്ഞു വെക്കുക. ആൻ സി യങ് ആണ്, യങ് ആയിട്ടുള്ള വ്യക്തി തായ്ലൻഡ് ഓപ്പൺ ബാഡ്മിന്റണിൽ വിജയിച്ചു 2023. അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക, അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു ഈസ് ലീഡിംഗ് ദ കമ്മീഷൻ ഓഫ് എൻക്വയറി എസ്റ്റാബ്ലിഷിംഗ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ വയലൻസ് ഇൻ മണിപ്പൂർ? Who leading the commissions of enquiry establishing to investigate the violence in Manipur? ഈ മണിപ്പൂരിലെ ആ ഒരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അല്ലെ, അതായത് 2 ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന ആ വയലൻസ്, അതിനെ കുറിച്ച് സംസാരിക്കാൻ, അതിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു. അത് ഏത് കമ്മീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് രഞ്ജൻ ഗോഖി, ജസ്റ്റിസ് UI ലളിത്, ജസ്റ്റിസ് അജയ് ലംബോ, ജസ്റ്റിസ് NV രമണൻ. Who is leading the commissions of enquiry establishing to investigate the violence in Manipur? ഏതായിരുന്നു? ജസ്റ്റിസ് അജയ് ലംബയാണ്. ജസ്റ്റിസ് അജയ് ലംബയുടെ കീഴിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ.
മണിപ്പൂർ വയലൻസുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നോക്കുക, ജസ്റ്റിസ് അജയ് ലംബയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Who became the first citizen of Trinidad and Tobago to be elected as the president of UN General Assembly UNGO? UNGO-യിലേക്ക് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ട്രിനാഡ് ആൻഡ് ടൊബാഗോയിലെ ഫസ്റ്റ് സിറ്റിസൺ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡെന്നിസ് ഫ്രാൻസിസ്, അംലൻ ബോർഗോയിൻ, അമീർ റാസ ഹുസൈൻ, ജിതേന്ദ്ര സിംഗ്. ആരാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ജിതേന്ദ്ര സിംഗ് വരാൻ സാധ്യതയില്ല, അദ്ദേഹം ഇന്ത്യക്കാരനാണ് അല്ലേ. പിന്നെ വരുന്ന ആരാണ് ഇതിലാ കറക്റ്റ് ആയിട്ട് വരുന്നത്? ഡെന്നിസ് ഫ്രാൻസിസ് ആണ്. വേറെ ഒന്നും അധികമായിട്ടൊന്നും ചിന്തിക്കേണ്ട, ഡെന്നിസ് ഫ്രാൻസിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Who became the first citizen of Trinidad and Tobago to be elected as the president of the UN General Assembly UNGO എന്ന് ചോദിച്ചാൽ ഡെന്നിസ് ഫ്രാൻസിസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. എ ആണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഇന്ത്യൻ സ്പ്രിന്റർ won the 2 gold medal at the Flender Cup 2023? ഹിമാദാസ്, അംലൻ ബോർഗോഹിൻ, നീരജ് ചോപ്ര, ശ്രീജേഷ്. ആരാണ്? വിച്ച് ഇന്ത്യൻ സ്പ്രിന്റർ won the 2 gold medal at the Flender Cup 2023? ആരാണ്? അംലൻ ബോർഗോയിൻ ആണ് കറക്റ്റ്. ബി ആണ് കറക്റ്റ്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവില്ല, എങ്കിൽ അത് അറിഞ്ഞു വെക്കുക. അംലൻ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ. Which states ranked top in overall environmental performance according to the CSE report? CSE report അനുസരിച്ചിട്ട് ഏത് സ്റ്റേറ്റ് ആണ് ഓവറോൾ എൻവയോൺമെന്റൽ പെർഫോമൻസിൽ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത്? കേരള, തെലങ്കാന, തമിഴ്നാട്, മഹാരാഷ്ട്ര. ആരാണ്? Which states ranked top in overall environmental performance according to the CSE report? ആരാണ്? തെലങ്കാനയാണ്. ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. Which states? ഏ സ്റ്റേറ്റ് ആണ്? തെലങ്കാന. തെലങ്കാന സ്റ്റേറ്റ് ആണ് ടോപ്പ് ഇൻ ഓവറോൾ എൻവയോൺമെന്റൽ പെർഫോമൻസ് അക്കോർഡിംഗ് ടു ദി CSE റിപ്പോർട്ട്. ഓക്കെ. വിച്ച് ഓപ്പറേഷൻ ഡിഡ് പഞ്ചാബ് പോലീസ് ലോഞ്ച് ടു ഫൈറ്റ് ഡ്രഗ് റിലേറ്റഡ് ക്രൈം? കണ്ടോ, ഇത് നേരത്തെ ഞാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ അതിന്റെ രീതി മാറിയത് കണ്ടോ. ഏതാണ്? ഡൗട്ടുകളൊന്നും ഇല്ലല്ലേ. ഏതാണ്? OPS ക്ലീനിങ് ആണ്. നമുക്കത് അറിയാം. എന്താണ്? OPS ക്ലീനിങ് ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് സ്റ്റേറ്റ്സ് ബിക്കം ദി ലേറ്റസ്റ്റ് ടു ജോയിൻ ദി DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ? മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്. ആരാണ് ജോയിൻ ചെയ്തത്? കർണാടകയാണ് കേട്ടോ. വിച്ച് സ്റ്റേറ്റ്സ് ബിക്കം ദി ലേറ്റസ്റ്റ് ടു ജോയിൻ DBT എന്ന് പറയുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ? ആരാണ്? കർണാടക. അതായത് സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. കർണാടകയാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. The government has permitted to import of which material as the raw material for the lithium ion batteries? അതായത് ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് ലിഥിയം അയൺ ബാറ്ററികൾക്കുള്ള ഈ ഒരു മെറ്റീരിയൽസ് ഉണ്ട്, റോ മെറ്റീരിയൽസ് ഉണ്ട്, അസംസ്കൃത വസ്തു, ഏത് വസ്തുവായിട്ടാണ് ഇറക്കുമതി ചെയ്യാനായിട്ട് അനുമതി കൊടുത്തത്? കോളാണോ, അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണോ, പെറ്റ്കോക്ക് ആണോ, സിലിക്കോൺ ആണോ? ഏതാണ്? പെറ്റ്കോക്ക് ആണ് കേട്ടോ. പെറ്റ്കോക്ക് ആയിട്ട് ഇറക്കുമതി ചെയ്യാനായിട്ടാണ് പെർമിറ്റ് കൊടുത്തിട്ടുള്ളത്. Where will the World Conservation Congress 2025 be hosted? വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് 2025 എവിടെയാണ് നടക്കാൻ പോകുന്നത്? ആതിഥേയം വഹിക്കാൻ പോകുന്നത് എവിടെയാണ്? USA ആണോ, ഓസ്ട്രേലിയ ആണോ, UAE ആണോ, സ്വിറ്റ്സർലാൻഡ് ആണോ? എവിടെയാണ്? UAE ആണ് കേട്ടോ. സി ആണ് കറക്റ്റ്. UAE-ലാണ്. വേർ വിൽ ബി ദ വേൾഡ് കൺസർവേഷൻ കോൺഗ്രസ് 2025 ബി ഹോസ്റ്റഡ് എന്ന് വെച്ചാൽ അത് UAE ആണ്. UAE ആണ് കറക്റ്റ്. USA-യോ ഓസ്ട്രേലിയയോ സ്വിറ്റ്സർലാൻഡോ ഒന്നും മനസ്സിലേക്ക് വരണ്ട. ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? UAE ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. കറക്റ്റ് ആൻസർ UAE ആണ്. മീനാക്ഷി ടെമ്പിൾ ഇസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിലാണ്? കേരളയിലാണോ? അല്ല. കർണാടകയിലാണ്? അല്ല. തമിഴ്നാട്ടിലാണ് മീനാക്ഷി ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ. മധുരയിലെ വൈഗാ നദിയുടെ തീരത്താണ് എന്ത് വരുന്നത്? ഈ മീനാക്ഷി ടെമ്പിൾ വരുന്നത്. ഇത് ഹിന്ദു ടെമ്പിൾ ആണ് കേട്ടോ, അതുകൊണ്ട് നോട്ട് ചെയ്തിരിക്കണം. മീനാക്ഷി ടെമ്പിൾ ഈസ് ഹിസ്റ്റോറിക്കൽ ഹിന്ദു ടെമ്പിൾ ലൊക്കേറ്റഡ് ഓൺ ദി സദേൺ ബാങ്ക് ഓഫ് വൈഗ. വൈഗയുടെ സദേൺ ബാങ്കിലാണ് കേട്ടോ ഉള്ളത്, ആ തീരത്താണുള്ളത്. ആ ടെമ്പിളിന്റെ പേര് എവിടെയാണ്? ഏത് സിറ്റിയിലാണ്? മധുരൈ സിറ്റിയിലാണ് മീനാക്ഷി ടെമ്പിൾ ഉള്ളത്. മധുരൈ മീനാക്ഷി അമ്മൻ എന്ന് കേട്ടിട്ടില്ലേ? അതാണ്. മധുരയിലാണ് മീനാക്ഷി ടെമ്പിൾ ഉള്ളത്. അത് ഹിസ്റ്റോറിക്കൽ ഹിന്ദു ടെമ്പിൾ ആണ്. വൈഗ റിവറിന്റെ സദേൺ പാർട്ടിലായിട്ടാണ്, സദേൺ ബാങ്കിലായിട്ടാണ് അത് വരുന്നത്. ഗംഗാ സരസ്വതി ടെമ്പിൾ ഓഫ് സദേൺ ഇന്ത്യ ഇസ് ലൊക്കേറ്റഡ് അറ്റ് എവിടെയാണ്? ബസാർ ആണോ, പുതുച്ചേരിയിലാണോ, തിരുനെൽവേലിയിലാണോ, തൃശ്ശൂരിലാണോ? ഗംഗാ സരസ്വതി ടെമ്പിൾ എവിടെയാണ്? ബസാറിലാണ് കേട്ടോ. ബസാറിലാണ് കറക്റ്റ്. ബസാറാണ് കറക്റ്റ്. ബസാർ അത് നമുക്ക് പറയാം. എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്.
The first complete census in India was held in the years. ഇന്ത്യയിൽ ഫസ്റ്റ് സെൻസസ് കംപ്ലീറ്റ് ചെയ്തത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1881, 1872, 1895, 1886. The first complete census in India was held in the years. ഏത് ഇയർ ആണ്? 1881, 1881. For the first complete census in India was held in the year 1881. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, യുനെസെഫിന്റെ ഫൗണ്ടിങ് ആണ് ചോദിച്ചത്. യുനെസെഫ് എപ്പോഴാണ് വന്നത്? 1948, 1946, 1947, 1948. എപ്പോഴാണ് വന്നത് യുനെസെഫ്? 1948 ആണോ, 1946 ആണോ, 1947 ആണോ, 1948 ആണോ? യുനെസെഫ് വരുന്നത് എപ്പോഴാണ്? ഏത് വർഷമാണ്? നിങ്ങളൊന്ന് ഗസ് ചെയ്ത. 1946 ആണ്. 1946 യുനെസെഫ് വരുന്നത്. When was the WhatsApp incorporated? വാട്സപ്പ് നമുക്കറിയാലോ, നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വരുന്ന വാട്സപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്തത് എപ്പോഴാണ്? 2007, 8, 9, 10. ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അല്ലെ. 2009 വാട്സപ്പ് ഫൗണ്ടർ ആരാണ്? അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ആരാണ്? ബ്രയാൻ ആക്ടൺ ആണ്. ബ്രയാൻ ആക്ടൺ മാത്രമാണോ? ജാൻ കോമും ചേർന്നിട്ടാണ് വാട്സപ്പ് ഫൗണ്ട് ചെയ്തത്. 2009 വാട്സപ്പ് ഫൗണ്ട് ചെയ്ത ആരാണ്? ബ്രയാൻ ആക്ടനും ആൻഡ് ജാൻ കോം. ഇവർ രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വെൻ വാസ് ദി പിൻ കോഡ്, പോസ്റ്റൽ ഇൻഡെക്സ് കോഡ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ? പോസ്റ്റൽ ഇൻഡെക്സ് കോഡ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? 1950, 1964, 1972, 1963. എപ്പോഴാണ് വരുന്നത്? വെൻ വാസ് ദി പിൻ കോഡ്, പോസ്റ്റൽ ഇൻഡെക്സ് കോഡ് ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ? 1972 ആണ്. 1972. സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. 1972 എന്ത് വരുന്ന പിൻ കോഡ്, പോസ്റ്റൽ ഇൻഡെക്സ് കോഡ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.